Yesus Mesihake സ്തുതി ഉണ്ടായിരിക്കട്ടെ. Bevang na Adreo Asa Mission. Welcome to Asa Mission. നാം കി നാം അസമിലെ ബൊങ്കൈഗാവ് മിഷൻ രൂപതയുടെ പടിഞ്ഞാറെ അതിർത്തിയിലുള്ള കാശിയാബാരി ഉപദ്വീപിലെ വളരെ വ്യത്യസ്തമായ സ്വീകരണ ചടങ്ങിലാണ് നാം പങ്കുകൊള്ളുന്നത്. റാബ ഗോത്രവർഗക്കാരുടെ ഈ ആതിഥ്യ മര്യാദ നാം കാണുമ്പോൾ ഏതോ ചരിത്ര പശ്ചാത്തലത്തെ ഓർമ്മപ്പെടുത്തുന്ന പോലെ. ഇതിനേക്കാൾ വിശേഷമാണ് സന്താളന്മാരുടെ സ്വീകരണ രീതി. അവർ അതിഥിയുടെ കാല് കഴുകി തുടച്ച് കാലിൽ എണ്ണ പുരട്ടി കൊടുത്തുകൊണ്ടാണ് സ്വീകരിക്കുന്നതെന്ന് മിഷണറിമാർ പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ബൊങ്കൈഗാവ് രൂപതയുടെ പിതാവ് പറഞ്ഞതുപോലെ ഇവർ ജന്മന കലാകാരന്മാരാണ്. നൃത്തവും സംഗീതവും ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രണ്ട് വരദാനങ്ങളാണ്. പാവപ്പെട്ട ഈ ജനതയ്ക്ക് ദൈവം നൽകിയ കൃപ. ഇത്രയും ആഘോഷകരമായ സ്വീകരണം ഇവിടെ നടക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം മിഷണറിമാർ ഇവിടേക്ക് 2 മാസത്തിലൊരിക്കലേ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നതുകൊണ്ടാണ്. സൊറൈബിൽ ഇടവകയുടെ കീഴിൽ 54 ഉൾഗ്രാമങ്ങളാണുള്ളത്. ഈ 54 മിഷൻ സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കാനാകെയുള്ളതോ 2 അച്ഛന്മാരും. ദിവസത്തിൽ ഒരു ഗ്രാമം വെച്ച് സന്ദർശിച്ചാലും 2 മാസമെങ്കിലും എടുക്കും വീണ്ടും എത്താൻ. ഇവിടെ ഓരോ കുടുംബവും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെങ്കിലും മിഷണറിമാരെ സൽക്കരിക്കാൻ എന്തെങ്കിലുമൊക്കെ കരുതിയിരിക്കും. എന്തു തന്നെ നൽകിയാലും സ്നേഹസൂചകമായി മിഷണറിമാർ നിറഞ്ഞ മനസ്സോടെ അവ സ്വീകരിക്കുന്നു. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. വിശപ്പിനെ നിയന്ത്രിച്ച് വന്നിരിക്കുകയാണ് മിഷണറിമാർ. കൊടിയ ദാരിദ്ര്യത്തിലും യേശുവിനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് ഈ ചാപ്പലിൽ. അവർക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ബൊങ്കൈഗാവിലെ മിഷണറിമാർ. ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാധ്യമം കടന്നു വന്നിരിക്കുന്നത്. അത് ഷാലോം ടെലിവിഷനാണ് എന്ന് റാബ ഭാഷയിൽ പറയുകയാണ് നിക്കോളാസ് അച്ഛൻ. সালোম টিভি স্টেশনৰ পৰা 3টা মানুহ আছে ডংগৰীয়া. আমি এতিয়া চিনাকি ഷാലോമിന്റെ പേരിലും കൂടിയുള്ള കൃതജ്ഞതാ ബലിയർപ്പണം ആരംഭിക്കുകയാണ് നോഹയുടെ പേടകം എന്ന് മിഷണറിമാർ വിശേഷിപ്പിക്കുന്ന ഈ ദേവാലയത്തിൽ. सर्वशक्तिमान ईश्वर हम लोगों पर दया करें और हमारे पाप क्षमा कर हमको अनंत जीवन प्रदान करें. आमीन. താളമേള വാദ്യഘോഷത്തോടെയുള്ള ഈ ദിവ്യബലി ആരംഭിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും വിശപ്പും ദാഹവും യാത്ര ചെയ്ത ക്ഷീണവുമെല്ലാം അത്ഭുതകരമായി മാറിയ പ്രതീതിയായിരുന്നു. ഏതാനും സ്ക്വയർ ഫീറ്റുകൾ വിസ്താരത്തിലുള്ള ഈ ചെറിയ ദേവാലയത്തിൽ എല്ലാവരും തിങ്ങിക്കൂടി നിൽക്കുമ്പോഴും യഥാർത്ഥ ദിവ്യബലിയുടെ ഊട്ടുശാലയായി ഇവിടം മാറുന്ന അനുഭവം ലഭിക്കുകയുണ്ടായി.
प्रभु आप लोगों के साथ हो। संत लूका मत्ती के अनुसार पवित्र सुसमाचार। വിശുദ്ധ ലൂക്ക എഴുതിയ ഹൃദയസ്പർശിയായ സുവിശേഷ ഭാഗമാണ് അച്ഛൻ ഹിന്ദിയിൽ വായിക്കുന്നത്. और बैठ गए। उनके शिष्य उनके पास आए और वे यह कहते हुए उन्हें शिक्षा देने लगे, धन्य है वे जिनका हृदय ചൂടിന്റെ അതികാഠിന്യത്താൽ വിയർത്തു കുളിച്ച് വൈദികൻ വായിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നവരെ കണ്ടപ്പോൾ സ്വർഗരാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികളെ നേരിൽ കണ്ടതുപോലെ അതിന് ചേർന്ന സുവിശേഷ ഭാഗമായിരുന്നു വായനയിൽ. जय यीशु। थोड़ा सुनाई दिया। कैसे हैं आप लोग? माबरी दोंगो मजान दोंगो दे। मैं आपको बोला ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായിരുന്നു മിഷണറിമാരുടെ ഇടപെടൽ. खुशी कलीसिया की खुशी है और जो परिवार में प्रार्थना है वो परिवार में ईश्वर आपका परिवार में प्रार्थना है, ईश्वर होगा वहाँ। मोरम कि नहीं? തമാശകളും ഉപദേശങ്ങളും ഉപമകളുമൊക്കെയായി ഇവർക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും മിഷണറിമാരുടെ ഉള്ളിൽ തീയായിരുന്നു. വർഷാവർഷം ഈ ചെറു ദേവാലയം ഒരു പേടകമാകുന്നതോർത്തുള്ള ആധിയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണീര് വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നതിൻ്റെ നിസ്സഹായതയായിരുന്നു. കാരണം വർഷാവർഷം നാശം വിതച്ചെത്തുന്ന രണ്ട് പേമാരികളാണ് കാലവർഷവും തുലാവർഷവും. ദിവസങ്ങളോളം തോരാതെയുള്ള മഴ ഈ പ്രദേശമാകെ ദുരന്തഭൂമിയാക്കി മാറ്റുന്നു. എങ്ങും നിലവിളികളും നാശനഷ്ടങ്ങളും മാത്രം. ഗ്രാമമേത് നദിയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ദുരവസ്ഥ. സ്വന്തമായിരുന്നതെല്ലാം അല്പനിമിഷങ്ങൾ കൊണ്ട് പ്രളയം കവർന്നെടുത്തിട്ടുണ്ടാകും. വീടിൻ്റെ മുകൾ തട്ടിൽ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങൾ മാത്രമായിരിക്കും കൈമുതലായി ഉണ്ടാവുക. കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി കരതേടിയുള്ള യാത്ര. ഇത് ഈ ചെറിയ ഗ്രാമത്തിൻ്റെ മാത്രം അവസ്ഥയല്ല. അസമിൽ 15 ജില്ലകളിലെ 863 ഗ്രാമങ്ങളിലുള്ള ഏതാണ്ട് 3,95,000 പേരുടെ ജീവനെ ബാധിച്ച വെള്ളപ്പൊക്കമായിരുന്നു വീണ്ടും അരങ്ങേറിയത്. വേറെ 200 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോയിരുന്നു. പലരുടെയും ജീവിതങ്ങളെ ഈ ദുരന്തം അനാഥമാക്കി. പിന്നെ അങ്ങോട്ട് പുനരധിവാസത്തിൻ്റെ നാളുകൾ. ഏറ്റവും സങ്കടകരം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ തേടിയുള്ള ഇവരുടെ കണ്ണീരിൽ കുതിർന്ന തിരച്ചിലാണെന്ന് മിഷണറിമാർ പറയും. മനുഷ്യനും മൃഗവും തമ്മിൽ വേർതിരിവില്ലാതാകുന്ന സന്ദർഭം. 228ഓളം അഭയാർത്ഥി ക്യാമ്പുകൾ സർക്കാർ സജ്ജമാക്കിയിരുന്നു. असम में भारी बारिश से जानवरों की जान पर भी आफत आ गई है. आलम यह है അപ്പോഴേക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയെല്ലാം ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ടാകും ഈ ആസാം. മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ വാർത്തകൾക്കിടയിൽ വന്യമൃഗങ്ങളും ഉൾപ്പെടുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമാണെന്ന് ചിന്തിച്ചു പോകും. और तैरने में कुदरती तौर से माहिर हाथी किसी तरह सर ऊपर किए വളരെ ശ്രമപ്പെട്ട് കാട്ടാനയെ രക്ഷിക്കാൻ എല്ലാവരും കൂടി ശ്രമിച്ചെങ്കിലും ന്യൂസ് ഡെസ്കിന്റെ റിപ്പോർട്ടിൻ പ്രകാരം ആ ആന ബ്രഹ്മപുത്രയെന്ന മഹാനദിയുടെ പിടിയിലമർന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. अनुपम मिश्रा, गुवाहाटी, इंडिया टीवी. ഈ പേമാരിയും വെള്ളപ്പൊക്കവും വർഷാവർഷം ആസാം മിഷനെ വല്ലാതെ വേദനിപ്പിക്കുന്നു.
More means we can eat. If less means problem. There is no. പക്ഷേ ഈ ഗ്രാമവാസികൾ ദൈവത്തെ പ്രതി എല്ലാം മറന്ന് അവനെ ആരാധിക്കുന്നു ആനന്ദ നൃത്തച്ചുവടുകളോടെ. ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ സഹനത്തിൻ്റെ അലയടികൾ ഇവരുടെ മുഖത്ത് പ്രകടമാകുന്നത് കാണും. മിഷണറിമാർ പറയുന്നത് എന്തൊക്കെയായാലും ഇവിടുത്തെ ജനം വളരെ സന്തോഷത്തിലാണെന്നാണ്. ദൈവം നൽകിയ ദാനത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇവരുടെ ശിഷ്ടജീവിതം കൊണ്ട്. വെള്ളപ്പൊക്കത്തിന് ശേഷം വിളയിച്ച ആദ്യ ഫലങ്ങൾ ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. ദുരന്തത്തിൽ നിന്നും രക്ഷ നൽകിയ ആ സ്നേഹവാന് സമർപ്പിക്കാൻ. കൊണ്ടുവന്ന ആദ്യ ഫലങ്ങളെ മാത്രമല്ല, തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ. അതിനാൽ ഇവർ നാളത്തേക്ക് വേണ്ടി ഒന്നും തന്നെ കുന്നുകൂട്ടി സമ്പാദിക്കുന്നില്ല. ഉള്ളതെല്ലാം പങ്കിട്ട് കൊടുക്കാനുള്ള ദൈവിക ചിന്തയാൽ ഇവർ അതിസമ്പന്നരാണെന്ന് വേണം പറയാൻ. സ്വർഗത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ. आप लोग अपने बच्चों के लिए कलीसिया से क्या मांगते हैं? बपतिस्मा। बपतिस्मा। आपने अपने बच्चों को बपतिस्मा का मांग किया है। यहाँ उपस्थित कलीसिया के नाम पर आपके बच्चों को मैं इस 4 മാസത്തെ ദുരിതപൂർണമായ വെള്ളപ്പൊക്ക കെടുതിക്ക് ശേഷം 8 മാസങ്ങളിലായി നടക്കുന്ന 4 വിശുദ്ധ കുർബാനകളിലെ പ്രധാന ചടങ്ങാണ് ഈ മാമോദിസ. नानी फर को नहीं क्रूसी चिन्ह, बाबू को नहीं क्रूसी चिन्ह दे। क्या आप लोग पिता ईश्वर पर विश्वास करते हैं? जी हाँ। क्या आप लोग प्रभु यीशु क्रिस्त पर जो हमारे मुक्तिदाता है उन पर विश्वास करते हैं? क्या आप लोग पवित्र आत्मा हमारे धीरज दाता पर विश्वास करते हैं? यही हमारा विश्वास है, यही कलीसिया का विश्वास है। इसी विश्वास में मैं आपके बच्चों को बपतिस्मा देता हूँ। सरानी, मैं तुम्हें पिता पुत्र पवित्र आत्मा के नाम पर बपतिस्मा देता हूँ। कैथरीन, मैं तुम्हें पिता पुत्र और पवित्र आत्मा के नाम पर बपतिस्मा देता हूँ। राणा राबा, मैं तुम्हें पिता पुत्र पवित्र आत्मा के नाम पर बपतिस्मा देता हूँ। नेपोलियन राबा, मैं तुम्हें पिता पुत्र और पवित्र आत्मा के नाम पर बपतिस्मा देता हूँ। കൂദാശകളിൽ മാത്രം ഒതുങ്ങുന്ന ആഘോഷങ്ങളാണ് മാമോദിസയും ആദ്യ കുർബാനയും. ഉൾഗ്രാമങ്ങളിൽ മിക്കവാറും വർഷത്തിലൊരിക്കലായിരിക്കും വിവാഹമെന്ന കൂദാശ നടത്തപ്പെടുന്നത്. അതിനാൽ സമൂഹ വിവാഹങ്ങളാണ് വർഷാവർഷം ഇവിടെ നടക്കുന്നത്. अपने बच्चों को माता पिताओं धर्म माता पिताओं उनके जीवन में विश्वास की जो में बनाए रखो। आमीन। क्रिस्त की ज्योति ग्रहण करो। ये माता पिताओं धर्म माता पिताओं अपने बच्चों को क्रिस्तीय विश्वास की ज्योति में लालन पोषण करो और उन्हें संसार के दूसरे लोगों के लिए क्रिस्त का ज्योति का साक्ष्य दो। ओके ओके हाँ बस। सर्वशक्तिमान ईश्वर इस माँ के ऊपर अपनी आशीष बरसाए, अपने विश्वास की ज्योति जलाए रखें और इन्हें अपने धर्म के आचरण में सहायता करें। जिसने आपको अपना मंडली का अंग बनाने के लिए बुलाया है वही आप लोगों को ये धीरज और रास्ता दिखाए कि आप लोग पवित्र आत्मा की कृपा से हमेशा परिपूर्ण बना रहें। पिता और पुत्र और पवित्र आत्मा के नाम पर आमीन।
उचित है हमारा कर्तव्य വലിയ കൊതിയോടെയാണ് ഈ ജനത വിശുദ്ധ കുർബാനയിൽ സമീപിച്ചിരിക്കുന്നത്. सर्वत्र तुझे धन्यवाद दे उसे अपने शिष्यों को മിഷണറിമാർ പറയുന്നത് ഈ ജനതയുടെ സങ്കടക്കടലിനെ ശാന്തമാക്കാൻ ശക്തിയുള്ള ഒരേ ഒരു കൂദാശിയെ ഈ ലോകത്തിലുള്ളൂ. അത് വിശുദ്ധ കുർബാനയാണ്. വൈദികന്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഈ പ്രദേശത്തെ ഒന്നാകെ സമർപ്പിക്കുന്നു. പലർക്കും ദുഃഖത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അതിനാൽ പൊന്നു തമ്പുരാനെ സ്വീകരിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഇവിടുത്തെ ജനം. ദിനവും വിശുദ്ധ കുർബാനയിൽ, എന്തിനേറെ ആഴ്ചയിലൊരിക്കലുള്ള വിശുദ്ധ കുർബാനയർപ്പണം ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടം മിഷണറിമാർക്കുണ്ട്. പക്ഷേ നമുക്ക് അതിന് കഴിയുമെന്നാണ് മിഷണറിമാർ പറയുന്നത്. അതിനായി ദിനം പ്രതിയുള്ള നമ്മുടെ വിശുദ്ധ ബലികളിൽ ഈ ജനതയെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിനാൽ നമുക്കും പ്രതിജ്ഞയെടുക്കാം. മിഷനിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ സമൂഹത്തിനു വേണ്ടിയും ദിവ്യബലി മധ്യേ ദിനവും ആത്മനാ പ്രാർത്ഥിക്കുമെന്ന്. जय जय शो we are at the village church of West Kashyabari Tapu, which belongs to the parish of Soraiville under the diocese of Bongaigaon. This village is at the western part of Bongaigaon diocese. To reach this village we have to cross the Sankosh river by boat. After that we have to walk or cycle or sometime even by tractor. Very difficult to reach this remote village. We with great difficulty the missionary fathers and sisters used to come to this village at least once in 2 months. They make a village program here, and this village is socially and economically very very backward. During the rainy season 3 to 4 months the communication is completely cut off. As you can see around, there is no electricity facilities, there are no roads connecting this place. Anything and everything depends upon cycling or walking. And the people are also economically very very backward, and development work has hardly taken place here. With the effort of the missionary fathers and sisters, a small village church has been put up here, and the faith level is vibrant here. This is the first time that media has come into this village. For them, this is a once in a lifetime experience. This village is known as Paschim Kashyabari, also known as Tapu, and it has got as this boundary at the northern north side Bhutan, and on the southern side the river Sankosh, on the western side West Bengal, state of West Bengal, and on the eastern side again river Sankosh. It is actually Tapu means it is a kind of an island cut off from all the mainland, and to come to this place 2 sides we have to cross the river. One side Bhutan hills and the other side it is an interstate boundary that is between Assam and West Bengal. Nagawai Prabhuwa nangi gaman hadam banai tana. Nagawai Prabhuwa nangi gaman hadam banai tana. നാം ഈ കേൾക്കുന്ന മനോഹരമായ ഗാനം റാബ ഭാഷയിലാണ് ആലപിക്കുന്നത്. റാബ ഗോത്രവിഭാഗത്തിന്റെ മധുരിതമായ ഭാഷയെന്നാണ് റാബ ഭാഷയെ വിശേഷിപ്പിക്കുന്നത്. മറ്റ് ഗോത്രവിഭാഗങ്ങളായ കർബി, ഖാസി, തീവ എന്നിവയുടേതുപോലെ തന്നെ
ഈ റാബ ഭാഷയ്ക്കും ലിപികളില്ല. ഈ ഭാഷയിലാണ് ഇവിടുത്തെ മിഷണറിമാർ കുർബാന ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിനായി ആംഗലേയ ഭാഷയിൽ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നു. ഈ സമയം അത്രയും ഇവർ സുരക്ഷിതത്വം അനുഭവിക്കുകയായിരുന്നു. ആ അനുഭൂതിയുടെ നിർവൃതിയിൽ മുഴുകിയാണ് ഇവർ ഈ ഗാനമാലപിച്ച് ശാന്തസുന്ദരമായ നൃത്തം കാഴ്ചവെക്കുന്നത്. ഇവർ ഈ ഗാനത്തിലൂടെ നന്ദി അർപ്പിക്കുകയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന മിഷണറിമാർക്കും അവരെ ഇങ്ങോട്ടേക്ക് അയച്ച ദൈവത്തിനും. ഇവരുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ല. ഒരു കൊച്ചു സ്വപ്നമാണ് എല്ലാവരുടെയും മനസ്സുകളിൽ. ഇവിടെ പേമാരിയിലും കൊടുങ്കാറ്റിലും തകർന്നടിയാത്ത ഒരു കൊച്ചു ദേവാലയം. ഏതൊരു വിപത്തിലും തങ്ങളുടെ നാഥനെ ഓർക്കാൻ അത് തന്നെ ധാരാളം മതിയെന്ന് ഇവിടുത്തെ ജനം പറയുന്നു. Once again, Jai Jeshu to everybody. In a very special way, I would like to request your prayers for this particular village church. We began this village church with 2-3 families. Within a short span of few years, we have got 50 plus families, and the church that we have got is hardly able to accommodate 15 to 20 families. We need a proper church. We earnestly appeal to your goodwill for your prayers and for your help to help us to help this village to build this new village church, at least which can accommodate 50 to 60 families. This will be a greatest contribution from everybody for the mission. And these people, being economically backward, but in faith they are very strong. They deserve and they need a new church for their prayer, for the growth in their faith. God's ways are very, very strange, but we do believe and appeal to you, whoever can, and help by your prayers, by finance, in whatever way you may able to help to build up this village church. We welcome you and we pray to God Almighty to inspire you to reach out to the needy church. Thank you, and once again, Jai Jeshu! കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും പ്രളയത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് ഇത്രയും ഉയരത്തിൽ ഇവർ ഭവനം പണിതിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സമയം ഏതാണ്ട് 4 മണിയായി. ഇരുട്ടുന്നതിന് മുൻപ് കടവിലെത്തേണ്ടതുകൊണ്ട് ഗ്രാമവാസികൾ ഒരു ട്രാക്ടർ സജ്ജീകരിച്ചിരുന്നു. ഇവിടെ വൈകുന്നേരം 5 മണിയാകുമ്പോഴേ ഇരുട്ടാൻ തുടങ്ങും. തിരികെ യാത്ര ചെയ്യുമ്പോൾ യാതൊരു ക്ഷീണവും അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. മിഷണറിമാരും ഞങ്ങളും എന്തെന്നില്ലാത്ത ഒരാനന്ദത്തിലായിരുന്നു. ഒറ്റപ്പെട്ട ഒരു കൂട്ടം ജനതയുടെ വിഷമതയിൽ ആശ്വാസമേകാൻ പങ്കുചേർന്നതിൻ്റെ സംതൃപ്തി. മിഷണറിമാർ പറഞ്ഞത് നാളെ ഒരുപക്ഷെ ഈ ഗ്രാമം തന്നെ പ്രളയത്തിൽ ഇല്ലാതായേക്കാമെന്നാണ്. സങ്കോഷ് നദിക്ക് ഏതാനും കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ മാകെ വിഴുങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മതിയെന്നാണ്. ഇതൊക്കെ തീർച്ചയായും ഇനിയും സംഭവിക്കാമെന്ന് ഗ്രാമവാസികൾക്കും നന്നായി അറിയാം. അതിനെ അഭിമുഖീകരിക്കാനുള്ള ആത്മീയ ശക്തിയാണ് വിശുദ്ധ കുർബാനയിലൂടെ
മിഷണറിമാർ ഗ്രാമവാസികൾക്ക് നൽകി ഇറങ്ങിയത്. അസ്തമനത്തിന് മുൻപേ എത്തിയില്ലെങ്കിൽ ഇരുട്ടത്ത് നദിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. അത് വളരെ അപകടം നിറഞ്ഞതാണെന്ന് മിഷണറിമാർ ഓർമ്മിപ്പിച്ചു. ട്രാക്ടറുമായി വന്ന ആ നല്ല മനുഷ്യന് നന്ദി പറഞ്ഞ് വേഗം നടന്നു കടവിലേക്ക്. ഭൂട്ടാൻ മലനിരകളിലെവിടെയോ നന്നായി മഴ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഉച്ചയ്ക്ക് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഉണങ്ങി വരേണ്ട സ്ഥലത്തത്രയും ജലം നിറഞ്ഞിരിക്കുന്നു. ഭാഗ്യത്തിന് വഞ്ചിക്കാരൻ ഞങ്ങളെയും പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, ഇനിമേൽ പ്രളയത്തിൻ്റെ രൂപത്തിൽ ഉപദ്രവിക്കല്ലേ എന്ന് അതിവിശാലമായി ഒഴുകുന്ന സങ്കോഷ് നദിയോട് നിക്കോളാസ് അച്ഛൻ മനസ്സിൽ പ്രാർത്ഥനയോടെ പറയുന്ന പോലെയാണ് ഈ കാഴ്ച കണ്ടപ്പോൾ തോന്നിയത്. മറുപടിയായി ഇനിമേൽ ഉപദ്രവിക്കില്ല എന്നും പറഞ്ഞ് തിരക്ക് പിടിച്ച് എങ്ങോട്ടോ ഒഴുകിപ്പോകുന്നത് പോലെയായിരുന്നു സങ്കോഷ് നദി. ഈ തോന്നലുകളെയെല്ലാം പ്രാർത്ഥനകളുടെ രൂപത്തിൽ സമർപ്പിച്ചു. പിന്നെ അങ്ങോട്ട് സങ്കോഷ് നദി ശാന്തമായി ഒഴുകുന്നതുപോലെ അനുഭവപ്പെട്ടു. സുന്ദരിയായ പ്രകൃതിയുടെ വിശാലമായ നെറ്റിത്തടത്തിൽ ദൈവം പൊട്ടുകുത്തിയ പോലെ ചന്ദ്രൻ ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ അപാരമായ ദൃശ്യഭംഗിയാണ് പിന്നെ അങ്ങോട്ട് അനുഭവപ്പെട്ടത്. അക്കരയ്ക്ക് എത്തുന്നതിന് മുൻപുള്ള ഇടത്തുരുത്തിൽ തുഴക്കാരൻ ഇറങ്ങി വള്ളത്തെ വലിച്ചുകൊണ്ട് ഒഴുക്കിനെതിരെ നീങ്ങുന്നുണ്ടായിരുന്നു. ഒഴുക്കിനനുകൂലമായി വള്ളത്തെ തുഴഞ്ഞ് അക്കരയെത്തുന്ന ഇവിടുത്തെ ജനത്തിൻ്റെ അതിജീവനത്തിൻ്റെ മനഃശക്തിയാണ് ഈ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. 1/2 കിലോമീറ്റർ വള്ളവും വലിച്ചുകൊണ്ട് വീണ്ടും ഒരു യാത്ര കൂടി കഴിഞ്ഞാൽ ശക്തമായി ഒഴുകുന്ന മേഖലയിലൂടെ വേണം അക്കരയെത്താൻ. നേരം ഇരുട്ടിക്കൊണ്ടിരുന്നു. ബൊങ്കായിഗാവ് രൂപതയിലെ കാശ്യബാരി എന്ന ഈ ഉപദ്വീപിലെ ജനങ്ങളുടെ ദയനീയമായ മുഖങ്ങൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. നാളെ എന്നെങ്കിലും ഏതെങ്കിലും പത്രത്തിൻ്റെ തലക്കെട്ടിൽ ആസാമിലെ പ്രളയത്തെക്കുറിച്ച് വാർത്ത കണ്ടാൽ ഈ ഗ്രാമത്തെ കൂടി ഓർക്കണേ, ഈ ദേശം മുഴുവനായും ഓർക്കണേ, ശക്തമായി പ്രാർത്ഥിക്കണം. നാം കണ്ട ഗ്രാമത്തിൻ്റെ ഈ ചിത്രം മനസ്സിൽ വന്നാൽ ആസാം മിഷൻ്റെ ഈ അധ്യായം ഒരു അഭിഷേകമായി മാറി എന്ന് ആഗ്രഹിക്കാം. There's a beautiful place in the world, Northeast India. There is peace and magic in the air, Northeast India. From the terrace